നമുക്ക് ഏത് പ്രായത്തിലാണ് ക്ലിപ്പ് ഇടേണ്ടതെന്നാണ് പൊതുവെ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം. അപ്പം അതിന് നമുക്കൊരു 3 രീതിയിലായിട്ട് തരംതിരിക്കാം. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ കാണുന്നു അപ്പം ട്രീറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അസുഖങ്ങൾ, കൂടുതലും ഹാബിറ്റ്സ്, അതുപോലെ ആൻറ്റീരിയർ പോസ്റ്റ്പേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ ഒരു 4 വയസ്സിൽ കാണുകയാണെങ്കിൽ നമുക്ക് 4 വയസ്സിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അപ്പം തന്നെ ചെയ്യുന്നതാണ് നല്ലത്. എന്തായാലും ഡോക്ടറുടെ ഒപ്പീനിയൻ കൂടെ അറിഞ്ഞിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അതായത് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ ടങ് ത്രസ്റ്റിംഗ്, തം സക്കിങ്, അതുപോലെ ആൻറ്റീരിയർ പോസ്റ്റ്പേറ്റ്, മുകളിലെ താടി ഭയങ്കരമായിട്ട് ചുരുങ്ങിയിരിക്കുക, ഇങ്ങനെയുള്ള കേസുകളൊക്കെ എപ്പോൾ കാണുന്നു അപ്പം ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രോത്ത് മോഡിഫിക്കേഷൻ പ്രൊസീജിയേഴ്സാണ്. അപ്പം അത് തന്നെ മുകളിലെ താടിയുടെ ഗ്രോത്ത് മോഡിഫൈ ചെയ്യുന്നതിന് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡാണ്, താഴത്തെ താടിയുടെ ഗ്രോത്ത് മോഡിഫൈ ചെയ്യുന്നതിന് വേറൊരു പെർട്ടിക്കുലർ ടൈം പീരീഡാണ്. അപ്പം മുകളിലെ താടിയുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 7 to 9 or 7 to 10 years ഒക്കെയാണ് ഐഡിയൽ ടൈം. അതായത് മുകളിലെ താടി ചുരുങ്ങിയിരിക്കുന്നതോ അല്ലെങ്കിൽ മുകളിലെ താടി പിറകിലിരിക്കുന്ന കേസുകൾ, അതായത് ക്ലാസ് 3 അപ്പിയറൻസ് ഉള്ള കേസുകൾ, മുകളിലെ താടിയുടെ വളർച്ച കൺട്രോൾ ചെയ്യുക, അതുപോലെ മുകളിലെ താടി നല്ലോണം നീളം കൂടുതലുള്ള കേസുകൾ, ഹെഡ് ഗിയർ പോലത്തെ ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം നമ്മൾ ചെയ്യൽ ഈ ഒരു 7 to 10 years ആണ് ഐഡിയൽ ടൈം. അത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇനി താഴത്തെ താടിയുടെ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 to 12 അല്ലെങ്കിൽ 9 to 12 ഇയേഴ്സിലൊക്കെയാണ് സാധാരണ ചെയ്യൽ. അതായത് താഴത്തെ താടി പിറകിലിരിക്കുന്ന കേസുകളിൽ നമ്മളത് മുന്നിലോട്ട് കൊണ്ടുവരാനുള്ള ടിൻ ബ്ലോക്ക് ഫങ്ഷണൽ അപ്ലയൻസ് ഒക്കെ നമ്മൾ ആ ഒരു ടൈം പീരീഡിലാണ് ചെയ്യൽ. പിന്നെ നമ്മൾ താഴത്തെ താടിക്ക് നീളം കൂടുതലുള്ള കേസുകളുണ്ട്. അപ്പോൾ അതിൽ ചിൻകപ്പൊക്കെ നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 വയസ്സ് മുതൽ ഒരു 16-18 വയസ്സ് വരെ അത് വിയർ ചെയ്യണം രാത്രി കാലങ്ങളിൽ. ഇനി താടികൾക്കൊന്നും പ്രശ്നമില്ല, വേറെ ഹാബിറ്റ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേസസ് ഇട്ടിട്ടാണ് സാധാരണ റെഡിയാക്കുക. അതായത് പല്ലുകളുടെ ഇടയിൽ വെടവ്, പല്ലിന് നിരത്തെറ്റൽ, പല്ലിന് തള്ളൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ബ്രേസസ് ആണ് ഇടാറ്. അപ്പം ബ്രേസസ് ഇടാനുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 13 വയസ്സ് മുതൽ നമുക്കൊരു പരിധി വരെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. അപ്പം അതിന് നമ്മൾ ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ഏജിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കുന്ന കാര്യം ഈ പേഷ്യൻറ്റിന് പാൽപ്പലെല്ലാം പോയിട്ട് ഫുള്ള് പെർമനൻറ്റ് ഡെൻറ്റേഷൻ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ പെർമനൻറ്റ് ഡെൻറ്റേഷനാണ്. അതുപോലെ ഈ 13 വയസ്സിലൊക്കെ വരുന്ന സെക്കൻഡ് മോളാസിൻ്റെ ഇതെല്ലാം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ഒരു 13-14 വയസ്സിലൊക്കെ അത് മുതൽ എപ്പോൾ ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഏളി ഒരു 13-ൻ്റെയും 18-ൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. അതായത് അവരുടെ ബോൺ കുറച്ചുകൂടെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും ലേറ്റർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ.